കട്ടപ്പന പുളിയമ്മലയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാനുള്ള നഗരസഭയുടെ ശ്രമത്തിനെതിരെ സെക്രട്ടറിക്ക് നിവേദനം നൽകി. നിലവിലുള്ള മാലിന്യം നീക്കാതെ വീണ്ടും മേഖലയിൽ മാലിന്യം തള്ളിയാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത്. ആധുനിക അറവുശാലയും മാലിന്യ സംസ്കരണ കേന്ദ്രവും അടുത്തടുത്താണ് പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ നിലവിൽ നിരവധി പരാതികളും ഉയർന്നിട്ടുണ്ട്. മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടിയതോടെ ഓരോ ദിവസവും ഇവിടെയെത്തുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നത് പ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് നഗരസഭ ഇതിന് സമീപത്തായി കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇതോടെ മേഖലയിലെ പ്രദേശവാസികൾ ചേർന്ന് ഒപ്പിട്ട നിവേദനം നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറി. നിലവിൽ ഇവിടെ കുമിഞ്ഞുകൂട്ടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ തുക വകയിരുത്തിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല. ഒരു കുന്നിന് സമമായിട്ടാണ് ലെഗസി വേസ്റ്റ് ഇവിടെ കൂടിക്കിടക്കുന്നത്. ജനവിരുദ്ധ നിലപാടിൽ നിന്ന് നഗരസഭ പിന്മാറണമെന്ന് ഇടതുപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. പല വീടുകളിലും അവർക്ക് ക്യാൻസർ ബാധിതരാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളിൽ എല്ലാവർക്കും ക്യാൻസർ ബാധിച്ച് പലരും മരിച്ചു കഴിഞ്ഞു. ഈ മാലിന്യം ഇവിടെ അടിഞ്ഞുകൂടുന്നത് അത് നീക്കം ചെയ്യാതെ വീണ്ടും അവിടെ മാലിന്യം നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഈ നടപടി അവസാനിപ്പിക്കണമെന്നാണ് വാർഡ് കൌൺസിലർ നിലയിൽ എന്റെ അഭിപ്രായം. സ്ഥലം വാങ്ങുന്നതിന് പ്രതിപക്ഷ കൌൺസിലർമാർ എതിരല്ല. എന്നാൽ ഒരു മേഖലയിലെ ജനങ്ങളെ മൊത്തം വലിയ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുള്ള നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല. ഫോറസ്റ്റ് കേസ് അടക്കം നിലനിൽക്കുന്ന ഭൂമി വാങ്ങുന്നതിൽ അഴിമതിയുണ്ടെന്നും ഇടതുപക്ഷ കൌൺസിലർമാർ ആരോപിക്കുന്നു. നടപടിയിലായിട്ടില്ല. ഈ നടപടികളൊന്നും നടത്താതെ ആ പുളിയമ്മലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകളെ ദ്രോഹിക്കുന്നതിനും ശുദ്ധജല സ്രോതസ്സുകൾ നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെയാണ് കട്ടപ്പനയിലെ ഇടതുപക്ഷ കൌൺസിലർമാർ ഇന്ന് പ്രതിഷേധം എഴുതി കൊടുക്കുന്നത്. അതോടൊപ്പം കട്ടപ്പന നഗരസഭയ്ക്ക് സ്ഥലം മേടിക്കുന്നതിന് യാതൊരു വിധത്തിലും കട്ടപ്പന നഗരസഭയിലെ LDF കൌൺസിലർമാർ എതിർക്കുന്നില്ല. അത് ഇവരെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് സ്ഥലം മേടിക്കുന്നതിന് കട്ടപ്പന നഗരസഭയിലെ LDF കൌൺസിലർമാർ ശ്രമിക്കുന്നതാണ്. അങ്ങനെ ഒരു നീക്കവും. അതോടൊപ്പം ആ സ്ഥലത്ത് ഫോറസ്റ്റ് കേസ് നിലവിലുണ്ട്. ആ സ്ഥലത്ത് ഇപ്പം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞ കോട്ടി ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തടി വെട്ടി മാറ്റിയതിന് മുൻപ് മേഖലയിൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നതിനെതിരെ നിരവധി പ്രതിഷേധങ്ങളടക്കം ഉയർന്നു വന്നിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും നഗരസഭ കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യ നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നതിനെതിരെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.